സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ റീഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റീഡാണ്. ഇത് സർക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയും. ജീവിതത്തിൻ്റെ 4 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസവും ഈ ആഴ്ചയിലും എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഹെൽത്ത്, രണ്ടാമത്തേത് വെൽത്ത്, മൂന്നാമത്തേത് ലവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയും, നാലാമത്തേത് സെൽഫ് എക്സ്പ്രഷൻ, അതായത് നമ്മളെങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഈ 4 ഗൈഡൻസാണ് നമുക്ക് ഇന്ന് കാർഡുകൾ തരുന്നത്. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്ത് ഗൈഡൻസാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കാർഡാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള രംഗങ്ങളിൽ താങ്കൾക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ക്യൂർ കിട്ടും. ഈ ആഴ്ച പൊതുവേ സാധാരണ നിന്നും നമുക്ക് എനർജി ഉള്ള ഒരാഴ്ചയാണ്. ഇത് അബണ്ടൻസ് എന്ന് പറയുന്നൊരു കാർഡാണ്. നല്ല ആരോഗ്യവും രോഗശമനവും എല്ലാം കിട്ടേണ്ട ഒരു ദിവസം ആയിരിക്കണം ഇന്ന്, ഇത് അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഹെൽത്ത് പറയുന്നത്. ഇനി സമ്പത്ത്, വെൽത്തിനെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ എലോൺനെസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും കുറച്ചൊന്നും എന്താ പറയുക, അത് ആഴത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ്. ഇതൊരു 9 എന്ന് പറയുന്നൊരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കേട്ടോ. നമ്മൾ ഏകാന്തമായിട്ട് വർക്ക് ചെയ്യുക, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക, ദീർഘദൂര യാത്ര ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരു അർത്ഥമാണ് ഈ കാർഡിന് വരുന്നുള്ളൂ. അല്ലാണ്ട് കാശില്ല എന്നുള്ള അർത്ഥം വരുന്നില്ല. ഒറ്റയ്ക്കായിരിക്കും അധികം സമ്പത്തിന് വേണ്ടി പണിയെടുക്കേണ്ടി വരിക, നമുക്കൊരു സപ്പോർട്ട് കിട്ടില്ല എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇന്നത്തെ ദിവസം. ഹെൽത്ത്, വെൽത്ത്, ലവ് ആൻഡ് റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ചുള്ള കാർഡ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ദ ഡ്രീം എന്ന് പറയുന്ന കാർഡാണ്. നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന കാർഡാണ്. നമുക്ക് ഈ കാർഡ് കണ്ടറിയാൻ പറ്റും. നമ്മുടെ ഇന്ന് സ്വപ്നത്തിൽ ഇരിക്കാനാണ് സാധ്യത, നമ്മുടെ പഴയ അതിനെ കുറിച്ച് ഓർത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ലവ് എന്ന് പറയുന്നതും നമുക്ക് പ്രതീക്ഷയോടുകൂടി നമ്മളിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് കളങ്കമേൽക്കുന്നൊന്നും ഇന്ന് കേൾക്കാനോ സംഭവിക്കാനോ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ പേഴ്സണൽ എക്സ്പ്രഷൻ, സെൽഫ് എക്സ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് അഡ്വഞ്ചർ എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചില സാഹസികതകൾ ചെയ്യാൻ തോന്നും. അപ്പോൾ ഈ 4 മേഖലകളിൽ നമുക്ക് വെൽത്ത് എന്ന് പറഞ്ഞ മേഖലയിലാണ് കുറച്ച് ഹാർഡ് വർക്ക് കാണുന്നത്. ലവ് എന്ന് പറഞ്ഞ മേഖലയിൽ നമുക്ക് പ്രതീക്ഷ കാണുന്നുണ്ട്. ഏറ്റവും നല്ലതായിട്ട് വന്നിട്ടുള്ളത് ഹെൽത്തും പേഴ്സണൽ എക്സ്പ്രഷനുമാണ്. ഐ വിഷ് യു ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക്